ഭൂമിക്കടിയിലെ രഹസ്യവും യൂറോപ്പയിലെ അന്യഗ്രഹജീവികളും. നമ്മുടെ ഈ നീലഗ്രഹത്തിന്റെ ഉപരിതലത്തിന്റെ 70% സമുദ്രങ്ങളാണ്. എന്നിട്ടും നമ്മുടെ സമുദ്രങ്ങളെക്കുറിച്ചുള്ള അറിവിനേക്കാൾ കൂടുതൽ അറിവ് ചന്ദ്രനെയും ചൊവ്വയെയും പോലുള്ള വിദൂര ഗ്രഹങ്ങളെക്കുറിച്ചാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിക്കടിയിലെ രഹസ്യങ്ങൾ ഇന്നും അജ്ഞാതമായിരിക്കുന്നത്? അതിന്റെ കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നാസ ഭൂമിയുടെ ആഴക്കടലിലേക്ക് ഇറങ്ങുന്നു എന്നതാണ്. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന അതിശയകരമായ ഒരു രഹസ്യത്തിലേക്കാണ് ഈ യാത്ര. ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നിനുള്ള ഉത്തരം തേടുന്നതിനായി നാസ നടത്തുന്ന അതിശയിപ്പിക്കുന്ന ഒരു ദൗത്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കും. ഈ അറിവ് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റി ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള പുതിയ ചിന്തകൾ നൽകുകയും ചെയ്യും. ടൈറ്റൻ ദുരന്തവും നാസയുടെ ആഴക്കടൽ ദൗത്യവും. ആഴക്കടലിലേക്ക് പോകുക എന്നത് എത്രത്തോളം അപകടകരമാണെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ടൈറ്റൻ സബ്മറൈൻ ദുരന്തം. 3.5 കിലോമീറ്റർ ആഴത്തിൽ വെറും 1 മില്ലി സെക്കൻഡിനുള്ളിൽ ആ സബ്മറൈൻ ഇല്ലാതായി. വേദന എന്താണെന്ന് പോലും മനസ്സിലാക്കാനാകാതെ അവരെല്ലാം അപ്രത്യക്ഷമായി. എന്നാൽ നാസയുടെ ദൗത്യമെത്തുന്ന ഈ അപകടകരമായ ആഴത്തേക്കാൾ 3 ഇരട്ടി കൂടുതൽ ആഴത്തിലേക്കാണ്. എന്തിനാണ് നാസ ഇത് ചെയ്യുന്നത്? വെറുമൊരു സമുദ്രഗവേഷണത്തിന് അമേരിക്കയിൽ NOAA പോലുള്ള വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ. പിന്നെന്താണ് നാസയെ ഈ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്? അന്യഗ്രഹജീവികളെ തേടിയുള്ള ഒരു വലിയ മിഷൻ നാസ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ആഴക്കടൽ ദൗത്യം. നമ്മുടെ സൗരയൂഥത്തിൽ എവിടെയാണ് നാസ ഈ അന്യഗ്രഹജീവികളെ തിരയുന്നത്? ഇതറിയുന്നതിനു മുൻപ് ഒരു ചോദ്യം. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഉത്തരം ആഴക്കടലിൽ നിന്ന്. ജീവന്റെ ഉത്ഭവത്തിനുള്ള 3 അടിസ്ഥാന ഘടകങ്ങൾ. നാസയുടെ ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് ഏതൊരു ഗ്രഹത്തിലും ജീവൻ ഉണ്ടാകണമെങ്കിൽ 3 പ്രധാന ഘടകങ്ങൾ ആവശ്യമാണ്. വെള്ളം, ജീവന്റെ അടിസ്ഥാനപരമായ ഒരു മീഡിയം. ഊർജം, കെമിക്കൽ റിയാക്ഷനുകൾക്കാവശ്യമായ ഊർജം. രസതന്ത്രം, ജീവന്റെ ബ്ലോക്കുകളായ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങളുടെ ശരിയായ കോമ്പിനേഷൻ. ചായ ഉണ്ടാക്കാൻ വെള്ളം, തേയില, പഞ്ചസാര എന്നിവ മാത്രം പോരാ, അതിനെ തിളപ്പിക്കാനുള്ള ഊർജവും വേണം. അതുപോലെയാണ് ജീവന്റെ കാര്യവും. ഈ 3 ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ജീവനുണ്ടാകുന്നത്. ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കാം, ആഴക്കടലിൽ സൂര്യപ്രകാശമില്ലെങ്കിൽ എവിടെ നിന്ന് ഊർജം ലഭിക്കുമെന്ന്. നമ്മൾ സാധാരണയായി ഊർജത്തിനായി സൂര്യനെ ആശ്രയിക്കുന്നു. പക്ഷേ അതുമാത്രമല്ല ഏകമാർഗം. ഭൂമിയിൽ ജീവന്റെ തുടക്കം സൂര്യപ്രകാശത്തിൽ നിന്നല്ല, മറിച്ച് ഭൂമിയുടെ ചൂടുള്ള അകക്കാമ്പിൽ നിന്ന് വരുന്ന ഊർജത്തിൽ നിന്നാണ്. ഹെയ്ഡൽ സോണിലെ രഹസ്യങ്ങൾ. സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ഹെയ്ഡൽ സോൺ. ഇത് 11 കിലോമീറ്ററോളം ആഴത്തിൽ വരെ പോകാം. ഇവിടെയാണ് ഹൈഡ്രോതെർമൽ വെന്റ്സ് എന്നറിയപ്പെടുന്ന കടലിനടിയിലെ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത്. ഇവ പൊട്ടിത്തെറിക്കുമ്പോൾ 400 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള വെള്ളവും മിനറൽസും പുറത്തുവരുന്നു. ഭൂമിയുടെ അകക്കാമ്പിൽ നിന്നുള്ള ഈ ഊർജം ഉപയോഗിച്ചാണ് ഇവിടെ ജീവന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ രൂപപ്പെട്ടത്. ഈ ഘടകങ്ങളിൽ നിന്ന് ലളിതമായ ബാക്ടീരിയകളും വൈറസുകളുമുണ്ടായി. പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ അവ ഇന്നു കാണുന്ന സങ്കീർണമായ ജീവികളായി പരിണമിച്ചു. ഭൂമിയിലെ ജീവന്റെ ഈ ഉത്ഭവമാണ് നാസയെ മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെയാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് നാസ ഇന്ന് ഇത്രയധികം ശ്രദ്ധ കൊടുക്കുന്നത്. യൂറോപ്പ, അന്യഗ്രഹജീവികളെ തേടുന്ന നാസയുടെ ലക്ഷ്യസ്ഥാനം. ഇനി ചോദ്യമിതാണ്, ഭൂമിയിലെ ഹെയ്ഡൽ സോണിന് സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൽ എവിടെയാണുള്ളത്? നാസയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഏറ്റവും മികച്ച സാധ്യത വ്യാഴത്തിന്റെ 4ാമത്തെ വലിയ ഉപഗ്രഹമായ യൂറോപ്പയാണ്. 1979 വോയേജർ മിഷനും 1989 ഗലീലിയോ മിഷനും യൂറോപ്പയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ നിന്ന് ഒരു പ്രധാന കണ്ടെത്തലുണ്ടായി. പഠനത്തിൽ നിന്നും യൂറോപ്പയുടെ ഉപരിതലം കട്ടിയുള്ള മഞ്ഞാണെങ്കിലും അതിനടിയിൽ ഉപ്പുവെള്ളമുള്ള ഒരു വലിയ സമുദ്രം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. വ്യാഴത്തിന്റെ ശക്തമായ ഗുരുത്വാകർഷണബലം കാരണം യൂറോപ്പ നിരന്തരം ഞെരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു. അത് ഗ്രഹത്തിന്റെ അകക്കാമ്പിനെ സജീവമാക്കി നിർത്തുന്നു. അതുമൂലം വലിയ അളവിൽ ഭൗമതാപോർജ്ജമുണ്ടാകുന്നു. ഈ ഊർജം കാരണമാണ്
ഉപരിതലത്തിലെ മഞ്ഞിനടിയിലുള്ള വെള്ളം ദ്രാവകാവസ്ഥയിൽ നിലനിൽക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ സമുദ്രത്തെക്കാൾ 2 ഇരട്ടിയിലധികം വെള്ളം യൂറോപ്പയിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ഭൂമിയിലെ പോലെ ഹൈഡ്രോതെർമൽ വെന്റുകൾ യൂറോപ്പയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവനെ പിന്തുണയ്ക്കുന്ന കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, സൾഫർ തുടങ്ങിയ മൂലകങ്ങളും യൂറോപ്പയുടെ അന്തരീക്ഷത്തിലും ഉപരിതലത്തിലും ഉണ്ടെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് യൂറോപ്പയിൽ അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ നാസ ശ്രമിക്കുന്നത്. യൂറോപ്പ ക്ലിപ്പർ മിഷൻ ഒരു സൈഫൈ സിനിമ പോലെ. ഈ മിഷൻ അവിശ്വസനീയമാംവിധം സങ്കീർണമാണ്. നമ്മുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി താരതമ്യം ചെയ്താൽ ചന്ദ്രനിലേക്കുള്ള ദൂരത്തേക്കാൾ 1600 മടങ്ങ് കൂടുതലാണ് യൂറോപ്പയിലേക്കുള്ള ദൂരം. ഈ യാത്രയിൽ മറ്റ് ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ഗുരുത്വാകർഷണ ബലങ്ങളെയും ക്ഷുദ്രഗ്രഹങ്ങളെയും അതിജീവിച്ചു വേണം ബഹിരാകാശവാഹനം മുന്നോട്ടു പോകാൻ. നാസയുടെ യൂറോപ്പ ക്ലിപ്പർ സാറ്റലൈറ്റ് ഇതിനകം തന്നെ വിക്ഷേപണത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ സാറ്റലൈറ്റ് 7 വർഷത്തോളം യാത്ര ചെയ്ത് യൂറോപ്പയിലെത്തും. 2031 ഇത് യൂറോപ്പയുടെ ഭ്രമണപഥത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഉപരിതലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പഠിച്ച് ഭൂമിയിലേക്ക് അയക്കും. ഈ മിഷനിലെ ഏറ്റവും ആകർഷകമായ ഭാഗം ഇതിന് ശേഷമാണ്. യൂറോപ്പയിലെ മഞ്ഞുപാളികൾ തുരന്ന് സമുദ്രത്തിനടിയിലേക്കെത്താൻ ക്രയോ ബോട്ടുകൾ അയക്കും. 2 മുതൽ 20 കിലോമീറ്റർ വരെ കട്ടിയുള്ള മഞ്ഞുപാളികൾ ഉരുക്കി വർഷങ്ങളെടുത്തേക്കാവുന്ന ഈ യാത്രയ്ക്ക് ശേഷം ക്രയോ ബോട്ടുകൾ യൂറോപ്പയുടെ സമുദ്രത്തിലെത്തുകയും അവിടെ 48 മൈക്രോ റോബോട്ടുകളെ വിന്യസിക്കുകയും ചെയ്യും. ഈ കൊച്ചു റോബോട്ടുകൾ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നീന്തി ജീവന്റെ തെളിവുകൾ കായ്ത്തിരയും. ഇതൊരു സൈഫൈ സിനിമ പോലെ തോന്നുന്നില്ലേ? അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഒരു പുതിയ സത്യം കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമങ്ങൾ എത്രത്തോളം അടുത്തെത്തിയിരിക്കുന്നു. അവസാന ചിന്തകൾ. യൂറോപ്പയിലെ ആഴക്കടലിൽ ജീവൻ കണ്ടെത്താൻ സാധ്യതയുണ്ടോ? ഇത് വളരെ ആഴത്തിലുള്ളൊരു ചോദ്യമാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യർ അന്യഗ്രഹ ജീവികളെ അന്വേഷിക്കുന്നു. പക്ഷെ നമ്മളെപ്പോഴും ഭൂമിയിലെ ജീവന്റെ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് തിരയുന്നത്. DNA പോലെ തന്നെ സ്വയം പുനരുൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മറ്റുതരം തന്മാത്രകൾ ഉണ്ടായിരിക്കാം. നമ്മൾ ഇതുവരെ അറിയാത്ത ജീവന്റെ ഉത്ഭവത്തിന് മറ്റു വഴികളുണ്ടായിരിക്കാം. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞർ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു 1% സാധ്യതയെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു ദൗത്യം വിജയിച്ചാലും ഇല്ലെങ്കിലും ഇത് മനുഷ്യരാശിയുടെ ജിജ്ഞാസയുടെയും ശാസ്ത്രീയ പുരോഗതിയുടെയും ഒരു വലിയ ഉദാഹരണമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ യൂറോപ്പയിൽ ജീവൻ കണ്ടെത്താൻ സാധ്യതയുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണാം.